ചെറുപ്പം തൊട്ട് നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ പാരൻസും നിങ്ങൾ മുമ്പേ കണ്ടിട്ടുള്ള ഡോക്ടർമാരെല്ലാവരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്നാണ്. ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നായിരിക്കും. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോപ്പുലർ ആയതിനു ശേഷം നിങ്ങൾ കേട്ടു തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ കണ്ടാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ അതോ സ്കിപ്പ് ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വാക്കിൽ തന്നെ അതിന്റെ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത്. നിങ്ങൾ ചിലപ്പോൾ 6 മണിക്കൂറായിരിക്കും കിടന്നുറങ്ങുന്നത്, ചിലപ്പോൾ 8 മണിക്കൂറായിരിക്കും, ചില ആൾക്കാർ 9 മണിക്കൂർ കിടന്നുറങ്ങുന്നവരുണ്ട്. ഇത്രയും സമയം നിങ്ങൾ വെള്ളവും കുടിക്കുന്നില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല. ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. മൊബൈൽ ഫോണിന്റെ ബാറ്ററി 20% താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുത്തിയിടും ചാർജ് ചെയ്യാൻ വേണ്ടി. അതേപോലെ നമ്മളുടെ ബോഡിക്കും എനർജി ആവശ്യമുണ്ട്. ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും നമ്മളുടെ ബോഡിയിലുള്ള ഓരോ കോശങ്ങൾ പ്രവർത്തിക്കാൻ എനർജി അത്യാവശ്യമാണ്. നമുക്ക് കിട്ടുന്ന എനർജി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് വേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കണം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് നമ്മൾ കാലങ്ങളായി, കുറേ വർഷങ്ങളായി കേട്ടു തുടങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ളതും ബാലൻസ്ഡ് ആയിട്ടുള്ളതും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് കഴിക്കണം എന്നാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയം അധികം ആൾക്കാർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം കിട്ടാറില്ല. അത് കുട്ടികളാണെങ്കിൽ പോലും രാവിലെ എണീറ്റ് വരുന്നത് അവർ സ്കൂളിൽ പോകാനുള്ള സമയമാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണമാണ് അധിക വീട്ടിലെയും ബ്രേക്ക്ഫാസ്റ്റ്. ചിലപ്പോൾ ബിസ്ക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ കോൺഫ്ലേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ആവാം. ഇനി അഥവാ വീട്ടിൽ കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഒരു ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ഉച്ച സമയത്തായിരിക്കും. ഇതിനെ പോപ്പുലറായിട്ട് എല്ലാവരും പറയുന്നത് ബ്രഞ്ച് എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൂട്ടിച്ചേർക്കുന്നത് ബ്രഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും റാൻഡമൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസ് ആയിരുന്നു. ഇത്തരത്തിലുള്ള പലതരം റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡി നോക്കിയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് കണ്ടെത്താൻ സാധിച്ചത്. ഒട്ടുമിക്ക എല്ലാ സ്റ്റഡീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ലീൻ ആയിട്ടുള്ളവരും തടി കൂടിയിട്ടുള്ളവരും ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ആയിരുന്നു. എല്ലാവരും തന്നെ എഡൽസ് ആയിരുന്നു, കുട്ടികളല്ല. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രായത്തിനനുസരിച്ചും, നമ്മൾ മെയിലാണോ ഫീമെയിലാണോ അതിനനുസരിച്ച്, നമ്മളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച്, നമുക്കുള്ള മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷനനുസരിച്ച് നമ്മളുടെ എനർജി എക്സ്പെൻഡിച്ചർ മാറിക്കൊണ്ടേയിരിക്കും. ഇനി എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള എത്ര എനർജിയാണോ ആവശ്യമുള്ളത്, എത്ര എനർജിയാണോ ചിലവാക്കുന്നത്, അതിനെയാണ് എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും പിന്നീട് എനർജി എക്സ്പെൻഡിച്ചർ ഓരോരുത്തർക്കും വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഉച്ച സമയത്തോ അല്ലെങ്കിൽ വൈകിട്ടോ ഡിന്നറിൻ്റെ സമയത്തോ നമ്മൾ ആ എനർജി കൂടുതൽ കിട്ടാൻ അല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിംഗ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തവർ അവർക്ക് രാവിലെ തന്നെ എനർജി കിട്ടാത്തതുകൊണ്ട് തന്നെ എനർജി കൂടുതൽ ചിലവാക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് ശരീരം ഇളകിയിട്ടുള്ള ആക്ടിവിറ്റീസോ എക്സസൈസോ നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം കണ്ടെത്തിയത് രാവിലെ ചിലവാക്കുന്ന എനർജി, അതായത് രാവിലത്തെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരിൽ കുറവാണ്. കാരണം അവർക്ക് രാവിലെ എനർജി കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ നേരത്തെ പറഞ്ഞ പോലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കും, എനർജി സേവ് ചെയ്യാൻ വേണ്ടി. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അഡൽസിൽ വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റഡി നടത്തിയ 12 ആഴ്ചകൾ, അതായത് 3 മാസം സമയം കൊണ്ട് ഇവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടായില്ല. അവർ വിചാരിച്ച ലെവലിലേക്കൊന്നും വെയിറ്റ് ലോസ് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്റ്റഡീൻ്റെ മറ്റൊരു ഫൈൻഡിംഗ് എന്ന് പറയുന്നത്. ഇനി കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഡീസിലും ഒരു തർക്കവും ഇല്ലാതെ കണ്ടുപിടിച്ചത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാത്തത് തന്നെയാണ് നല്ലത്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം കുട്ടികൾക്ക് എല്ലാ സമയത്തും ഗ്രോത്ത് നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ കൊണ്ടാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റിനെയും, ഹൈറ്റ് കൂടുന്നത്, മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഗ്രോത്ത് എല്ലാത്തിനെയും ബാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 18 വയസ്സാവുന്നത് വരെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കഴിയുന്നതും എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. സ്റ്റഡീസിന്റെ അവസാനം പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ആ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം കുറച്ചൊന്ന് ഡിലേ ആക്കിയാലും കുഴപ്പമില്ല. അതായത് നിങ്ങൾ സാധാരണ 9 മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ അത് 10 മണിക്കോ 10:30 വരെയോ
11 മണിക്കാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നല്ലത്. അതിനനുസരിച്ച് നിങ്ങളുടെ തലേ ദിവസത്തെ ഡിന്നറിൻ്റെ ടൈം നേരത്തെയാക്കാൻ, ഏർലി ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയം തലേ ദിവസം വൈകുന്നേരം 7 മണിക്കാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 15 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടി. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അധികം ആൾക്കാരും ചെയ്യുന്നത് ഡിന്നറിൻ്റെ സമയത്തിൽ യാതൊരു മാറ്റം വരുത്താറില്ല. ഡിന്നർ ലേറ്റ് ആക്കും, 10 മണിക്ക്, രാത്രി 10 മണിക്ക് ഡിന്നർ കഴിക്കും, എന്നിട്ട് 15 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നത് ലഞ്ചായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പക്ഷെ അത് ഡിലേ ആക്കാം. ഡിന്നർ നേരത്തെ ആക്കുന്നതിനെ കൊണ്ടും പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഡയണൽ വേരിയേഷൻസ് നടക്കുന്നുണ്ട്. നമ്മളുടെ ബോഡിയിലുള്ള സർക്കേഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള മാസ്റ്റർ ക്ലോക്ക് നമ്മളുടെ ബ്രെയിനിലുണ്ട്. സൂര്യാസ്തമനത്തിന് മുമ്പേ തന്നെ ഡിന്നർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. 6 മാസത്തിലും കൂടുതൽ അല്ലെങ്കിൽ 1 വർഷത്തിലും കൂടുതലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരമായിട്ട് സ്കിപ്പ് ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പുതുതായിട്ട് വരുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, ഓവർ വെയിറ്റ് ഉണ്ടാവാം, വെയിറ്റ് ലോസിന് പകരം ഓവർ വെയിറ്റ് ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്, പ്രമേഹം ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, ഗോൾ സ്റ്റോൺസ് ഉണ്ടാവാം, അതായത് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവാം എന്ന് പറയുന്നുണ്ട്, കൊളസ്ട്രോളിന്റെ ലെവൽ കൂടാന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ രാവിലെ എക്സസൈസ് ചെയ്യുന്നത് ഒഴിവാക്കും, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കും. പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് തന്നെ മറ്റു സമയത്ത് ലഞ്ചിൻ്റെ സമയത്തും ഇടഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഹാബിറ്റ്സ് ഉണ്ടാവാം, സ്മോക്കിങ്ങോ ച്യൂയിങ്, പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി കുട്ടികൾക്കും അഡോളസെന്റ് പ്രായത്തിലുള്ള കൗമാര പ്രായക്കാർക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് സ്പെയിനിൽ കണ്ടക്ട് ചെയ്തതിനെ കുറിച്ച് പറയാം. ഈ സ്റ്റഡിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് അല്ല നോക്കിയത്, അതിന് പകരം എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ 2 ഗ്രൂപ്പായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. അതിലൊരു ഗ്രൂപ്പ് കഴിച്ചത് കൂടുതലും ഫാസ്റ്റ് ഫുഡ് ആയിരുന്നു. ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, കോൺഫ്ലേക്സ്, റൈസ് ഫ്ലേക്സ്, പലതരത്തിലുള്ള പാക്കറ്റിൽ കിട്ടുന്ന തരത്തിലുള്ള പ്രോസസ്ഡ് ഭക്ഷണമായിരുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് അവരുടെ നാട്ടിൽ സ്പെയിനിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ട്രഡീഷണൽ ഭക്ഷണം, അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറി പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു. സ്റ്റഡിയിൽ അവസാനം കണ്ടെത്തിയത് ഹെൽത്തി ആയിട്ടുള്ള, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർ, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഗ്രെയിൻസും പോൾട്രി ഇതെല്ലാം കഴിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഓവർ വെയിറ്റോ ഒബീസിറ്റിയോ ഹോർമോണൽ പ്രോബ്ലംസോ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാന്നായിരുന്നു. നേരെ മറിച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ച ഗ്രൂപ്പിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഓവർ വെയിറ്റും ഒബീസിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസും ചെറിയ പ്രായത്തിൽ തന്നെ പ്രമേഹം തുടങ്ങാനുള്ള ചാൻസസും ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ച ഗ്രൂപ്പിനായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ക്വാളിറ്റിയും കൂടി ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും എളുപ്പത്തിൽ പാക്കറ്റ് പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാളും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫ്രൂട്ട്, ഒരു മുട്ട, ഒരു ഗ്ലാസ് പാല്, നിങ്ങൾക്ക് നട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കാം, കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് അധികം വീട്ടിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഓരോ ദിവസവും രാത്രി ആലോചിക്കുന്നതിനെ കുറിച്ച്, അതായത് അടുത്ത ദിവസം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊരു വർക്കിംഗ് പാരന്റ് ആണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇതിനെ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഓരോ ദിവസത്തേക്ക്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഓരോ ദിവസത്തേക്ക് എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ടൈം ടേബിൾ പോലെ നിങ്ങൾ വീട്ടിലെ കിച്ചണിലോ ഫ്രിഡ്ജിൻ്റെ മുകളിലോ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഗ്രോസറി ഐറ്റംസും നിങ്ങൾ നേരത്തെ വാങ്ങിച്ചു വെക്കും. അത് നിങ്ങളുടെ കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അവരുടെ തിങ്കിങ് എബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, സ്കൂളിലെ പെർഫോമൻസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും, നിങ്ങളൊരു അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് തരുന്നത്. ഇനി ഞാൻ എന്ത് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കും ഞാൻ ലൈക്ക് ബട്ടൻ്റെ താഴെ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണുക. ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കാന്ന് പറഞ്ഞാൽ അധികം എക്സ്പെൻസീവ് ആണെന്നൊന്നുമില്ല. സ്ഥിരമായി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഈസിലി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിന് കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ട എഫോർട്ട് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കൗമാരപ്രായക്കാർക്കാണെങ്കിലും അഡൽട്സിനാണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഡിലേ ആക്കാം,
11 മണി വരെയെങ്കിലും ഡിലേ ആക്കാം. അതും നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് പോലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുന്നതിനെ കൊണ്ടാണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഏത് സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ആ കാര്യം വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആലോചിക്കുന്നത് ഡിന്നർ എങ്ങനെ ഹെൽത്തി ആക്കണം എന്നാണെങ്കിൽ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് റിലേറ്റഡ് ആയി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.